എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതീയ ജനതാമധ്യത്തിൽ വിചാരത്തിലും ആചാരത്തിലും വിപ്ലവത്തിൻ്റെ വിത്തുപാകിയ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ ജയന്തി ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്നെ കൂടി ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തുന്നതിന് സന്മനസ് കാണിച്ച നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഉച്ചനീചത്വത്തിന്റെ ഉഷ്ണവായു ഭാരതത്തിന്റെ ചക്രവാള സീമകളിൽ ചക്രവാതം ഉയർത്തിയിരുന്ന കാലത്ത് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരും കെട്ടില്ലാത്തവരും തമ്മിലുണ്ണാത്തവരും ഇങ്ങനെ ജാതി കോമരങ്ങൾ താണ്ഡവമാടിയിരുന്ന കാലഘട്ടത്തിൽ ചെമ്പഴന്തിയിലുള്ള വയൽവാരത്ത് വീട്ടിൽ അവതരിച്ച് ആട്ടിയകറ്റപ്പെട്ട മനുഷ്യത്വത്തെ വാരിപ്പുൽകി ഭദ്രാസനം കൊടുത്തിരുത്തി സവർണ മേധാവിത്വത്തിന്റെ പടകുടീരങ്ങളെ തകർത്തെറിഞ്ഞ് അശരണരും അവശരുമായിരുന്ന അവർണ കോടികൾക്ക് ആശ്വാസത്തിന്റെ കുളതീർത്ഥമേകി അനുഗ്രഹിച്ചുകൊണ്ട് ഭാരതീയ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ഇതിഹാസം രചിച്ച അത്ഭുത പ്രതിഭാസമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ഷഷ്ഠ്യബ്ദപൂർത്തി ആഘോഷവേളയില് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനും ശ്രീനാരായണ ഭക്തോത്തമനുമായിരുന്ന കുമാരനാശാൻ എഴുതി അവതരിപ്പിച്ച ഗുരുദേവൻ എന്ന കവിത ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേട്ടുശീലിച്ചതും എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതുമായ നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ എന്നു തുടങ്ങുന്ന അർത്ഥസമ്പുഷ്ടവും ശ്രവണമധുരവുമായ കവിത ഗുരുദേവനെ അറിയുവാനുള്ള ഒരു മാർഗദീപമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ആരായുകിൽ അന്ധത്വമൊഴിച്ചാതി മഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറയുന്ന ആശാൻ അതിന്റെ ഊർജ സ്രോതസ് ഏതാണെന്നും ആ കവിതയില് വ്യക്തമാക്കുന്നുണ്ട്. വേദാഗമ സാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തി. വേദാഗമ സാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തി. ഭാരതീയ ചിന്താധാരയായ വേദാന്തങ്ങളിൽ അധിഷ്ഠിതമായ ദാർശനിക പ്രബുദ്ധതയുടെ മഹാപ്രകാശമാണ് ഗുരുദേവൻ സൃഷ്ടിച്ചത്. സ്വാനുഭൂതിയെ പ്രമാണമാക്കി വേദാന്ത ശാസ്ത്ര പ്രവർത്തനം നടത്തിയ അനാദിയായ ഭാരതീയ വേദാന്ത ഗുരു പരമ്പരയിൽപ്പെട്ട ദിവ്യ ജ്യോതിസാണ് ഗുരുദേവൻ. വേദാന്തങ്ങൾക്ക് പ്രായോഗിക ജീവിതത്തിൽ സംഭവിച്ച അപനയങ്ങൾ കൊണ്ട് വന്നു ചേർന്ന മഹാവിപത്തുകളായിരുന്ന ജാത്യാചാര ശൃംഖലകള്, അയിത്തം, തീണ്ടൽ, ഇവയിൽ നിന്നെല്ലാം രാജ്യത്തെ രക്ഷിക്കുവാൻ കെൽപ്പുറ്റ മാർഗം വേദവിദ്യയെ ഉദ്ധരിക്കുകയാണെന്ന് കണ്ട് കരുണാസാഗരമായ ഗുരുദേവൻ തപസ്സരയിലൂടെ വേദസാരമായ ആത്മവിദ്യയെ സാക്ഷാത്കരിച്ച് ആപാദ മധുരങ്ങളായ സ്വകൃതികളിലൂടെ അതൊക്കെ ജനതാ മധ്യത്തില് പ്രചരിപ്പിച്ചു. ഗുരുദേവന്റേതായിട്ട് ഈ വിഷയത്തില് ദർശനമാല, ബ്രഹ്മവിദ്യാ പഞ്ചകം, ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, അറിവ്, ഇങ്ങനെ തുടങ്ങിയതാണ്ട് 58ഓളം കൃതികളാണുള്ളത്. ആരും തന്നിൽ നിന്ന് അന്യരല്ല എന്ന സത്യം ബോധ്യപ്പെട്ടാൽ മനുഷ്യനിൽ മനുഷ്യത്വത്തിന്റെ മഹത്വം നിറഞ്ഞു പ്രകാശിക്കും. ആ പ്രകാശവീഥിയുടെ സൃഷ്ടാവായിരുന്നു ഗുരുദേവനെന്ന് അദ്ദേഹത്തിന്റെ കൃതികളും പ്രവർത്തനങ്ങളും സമർത്ഥിക്കുന്നു. മനുഷ്യരെല്ലാം ഏകജാതി, ഇതാണ് ശ്രീനാരായണ ദർശനങ്ങളുടെ അന്തസ്സത്ത. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിന്ന് സാർവലൗകികമായ ഈ സിദ്ധാന്തത്തിന്റെ ആത്മീയവും ഭൗതികവുമായ സരണികളെ യുക്തിഭദ്രമായി സമന്വയിപ്പിച്ച് അത് പ്രായോഗിക തലത്തിൽ അവതരിപ്പിച്ചു എന്നത് ഗുരുദേവന് ശ്രദ്ധേയനാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണിത്. ഇത് ഗുരുദേവനെ മറ്റ് ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ആരും തന്നിൽ നിന്ന് അന്യരല്ല എന്ന സത്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. എല്ലാ വിധത്തിലുള്ള ഭേദചിന്തകൾക്കും എതിരായ ഭാരതീയ ചിന്താധാരയുടെ വക്താവും പ്രയോക്താവും ആർഷ സംസ്കാരത്തിന്റെ
നവോത്ഥാന കർത്താക്കളിൽ അഗ്രഗണ്യനുമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതായത് വേദാന്തങ്ങളെ പൂണൂലണിയിച്ച സവർണ മേധാവികളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നാവുക എന്ന മഹാമന്ത്രം ഉരുവിട്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും പഠിപ്പിച്ച മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന താക്കീതിലൂടെ മദ്യത്തെകുത്താന്റെ ഭീഭത്സതയെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണം എന്ന കൽപ്പനയിലൂടെ സാമൂഹ്യ ബോധമുള്ള ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുവാൻ എത്തിച്ച, സംഘടിത സങ്കുചിത മതത്തുരുത്തുകളുടെ വെടിമരുന്ന് ശാലകളിലേക്ക് ഒഴുകിയെത്തുവാനുള്ള തീർത്ഥജല സംഭരണികളായി അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ, ശിവഗിരിയിൽ മാതാശാരദ തുടങ്ങി ചേർത്തലയിൽ കണ്ണാടി പ്രതിഷ്ഠ വരെ നടത്തി മനുഷ്യന് സോദരത്വേന വാഴുവാനുതകുന്ന മാതൃകാസ്ഥാനങ്ങൾ നിർമ്മിച്ച മഹാത്മാവാണ് ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ദർശന മഹത്വം സുഗ്രാഹ്യമാക്കുവാൻ കുറെ കൂടി ഗൗരവപൂർണമായ ശ്രമങ്ങള് തീർച്ചയായും അനിവാര്യമാണ്. സൂക്ഷ്മ ബുദ്ധി വികസിച്ചെങ്കിലേ ആ മഹത്വം ബോധ്യമാകും. എങ്കിലേ ഗുരുമഹിമയുടെ പൊരുളറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയും. ഭാരതീയ ആധ്യാത്മിക വിഹായസിലെ ഭാസുര താരകമായ ഗുരുദേവന്റെ ചരണകമലങ്ങളിൽ ബദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.